ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ്, മീനം മുതൽ മീനം വരെയുള്ള. അപ്പൊ ആദ്യം തന്നെ ചോദ്യം, ഇത് ഏത് ഫലമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ലഗ്നഫലമാണോ രാശി ഫലമാണോ ചിന്തിക്കുക അല്ലെ? അപ്പം വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയും, രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തുമാണ്. സോ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശിഫലവും ലഗ്നഫലവും ശ്രദ്ധിക്കുക. അതായത് ഒരാൾ ജനിച്ച മേടലഗ്നത്തിലാണ്, ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യാഴം വക്രത്തിൽ വരുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയാകുമ്പോൾ വ്യാഴം എന്ന് പറയുന്നൊരു ശുഭഗ്രഹമാണല്ലോ, ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ്. അപ്പൊ വ്യാഴം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേക്കണേ, വക്രമാകുന്നത്. സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 9/10/2024 മുതൽ 4/2/2025 വരെയാണ്. അതായത് ഒക്ടോബർ മാസം 9 മുതൽ 2024 മുതൽ 4 ഫെബ്രുവരി മാസം 2025 വരെയാണ് ഇതിന്റെ ഒരു വക്രഗതി എന്ന് പറയുക. ഓക്കെ, വ്യാഴം വക്രത്തിൽ വരിക. അതായത് 116 ദിവസം 118 ദിവസം എന്നൊക്കെ പറയാം. ഏകദേശം 4 മാസം, 3 മാസം 26 ദിവസമൊക്കെ, ഏകദേശം 4 മാസം നിങ്ങൾക്ക് കണക്കെടുക്കാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ഒരു 4 മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. ചിങ്ങരാശി, മകം പൂരം ഉത്രം കാടുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക. ചിങ്ങരാശി സംബന്ധിച്ചോളം 7 ശനിയും 8 ഭാവത്തില് രാഹു കേതുക്കളും 10 വ്യാഴവും നിൽക്കുന്ന സമയമാണ് അല്ലെ. അപ്പം ഈ വ്യാഴം വക്രം വരുന്നത് ചിങ്ങരാശി സംബന്ധിച്ചോളം അത്ര നല്ലതൊന്നുമല്ല. ചിങ്ങരാശി സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് യോഗഗ്രഹമാണ് അല്ലെ. അപ്പൊ യോഗഗ്രഹം വക്രത്തിൽ വരുന്നത് അത്ര ഉത്തമമായ ഫലമല്ല. അപ്പൊ ആ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല ഫലങ്ങളും വേണമെന്ന് ഈ ഒരു വക്ര സമയത്ത് ചിന്തിക്കേണ്ട. ദോഷഫലങ്ങൾ വരരുത്, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ചിങ്ങരാശിയെ സംബന്ധിച്ചോളം കൂടുതൽ നോക്കേണ്ടത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞത്, അത് 2-3 മാസങ്ങളിലാണ് നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പൊതുവെ ഒരു മോശാവസ്ഥയിലാണ്. ഇതെന്തൊക്കെ പറഞ്ഞാലും ചിങ്ങരാശിയെ സംബന്ധിച്ചോളം എത്ര ചലഞ്ചസ് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഉള്ളവരാണ് ചിങ്ങരാശി ജനിക്കുന്നവര്. ഓക്കെ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് കുറെ പ്രശ്നങ്ങള്, ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഓക്കെ, അതിനെയൊക്കെ കൃത്യമായി ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള എന്താണ്, വേഗത നമുക്ക് ഒന്നും അത്ര നല്ലതല്ല. സോ എടുത്തിയാടെ ഒരു കാര്യങ്ങളും ചെയ്യണ്ട, ഒരു തീരുമാനങ്ങളും എടുക്കരുത്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ചിന്തിച്ചു മാത്രം ചെയ്യുക. ഈ ചിന്തിച്ച് ചെയ്യണമെന്ന് പറയുന്നത്, ചിന്തിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, ഞാൻ എന്താ മണ്ടനാണെന്ന് ചോദിക്കുക, ആ രീതിയിലല്ല പറയണേ. ഓക്കെ, ചിന്തിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നമ്മൾ നോർമലി ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ ടേക്ക് കെയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമഡി ചെയ്യണ കാര്യം, നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും ചിന്തിച്ചു മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ അത് ചിന്തിക്കണം എന്ന് എടുത്തു പറയുന്ന ഒരു സൂചന നൽകുന്നത് എന്തിനു വേണ്ടിയാണ്, നമ്മൾ എടുക്കുന്ന ശ്രദ്ധയ്ക്ക് പൊട്ടിക്ക് മുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നൊരർത്ഥത്തിലാണ് ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, ആ സാഹചര്യത്തെ മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ഇമോഷനെ വെൽ ബാലൻസ്ഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം. അമിതമായി ദേഷ്യപ്പെടുന്നത്, പെട്ടെന്ന് ദുഃഖം വരുന്നത്, ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നന്നായി ഈശ്വര ആരാധന നടത്താം അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇമോഷൻ കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ചിങ്ങരാശിയെ സംബന്ധിച്ചോളം നിങ്ങൾ വലിയ നല്ല ഫലങ്ങൾ ആഗ്രഹിക്കാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പം
ചിന്തിച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ. ഇപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം? മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക. നമ്മുടെ ജാതകത്തിൽ തന്നെ വ്യാഴം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും. നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോ ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും? ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. തുടർന്ന് പറഞ്ഞ വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ നമ്മുടെ ജാതകത്തില് ലായ നക്ഷത്രത്തെ സൂചിപ്പിക്കുകയും രാശി, അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന എഴുതി ഉണ്ടാവും ചന്ദ്രന്. അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കാണുന്നത് കണ്ടാൽ ഇനി അതല്ല രണ്ട് രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെ ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുന്നത്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും, അത് മാത്രമല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ പേരും നക്ഷത്രവും താരം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.